നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വള്ളിക്കോട് പഞ്ചായത്തിലാണ്. വള്ളിക്കോട് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ സാറിനൊപ്പമാണ്. അപ്പോൾ സാറിപ്പം പ്രചരണത്തിൽ എത്തിയാണ്. സാറിനോട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ചോദിക്കാം. സാറേ നമസ്കാരം. ആദ്യം തന്നെ സാറിന് വിജയാശംസകൾ നേരുന്നു. അതായത് നമ്മുടെ കോന്നി നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ UDFന്റെ ഒരു കോട്ട എന്നാണ് നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് വരെ നമ്മൾ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു പക്ഷേ ഒരു ചെറിയൊരു കാലയളവിൽ അതൊരു മറ്റൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പോവുമെങ്കിലും ഇപ്പോൾ സാറ് ജനങ്ങളുമായിട്ട് ഇടപെട്ടപ്പോൾ ആ ഒരു സാറിന് ഒരു വോട്ടിംഗ് രീതിയിൽ എന്ത് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് വളരെ ശുഭപ്രതീക്ഷയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു കാലത്തും ഉണ്ടാകാത്ത വിധം ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് കോന്നിയാക്കിയ നമ്മുടെ പ്രിയങ്കരനായ അടൂർ പ്രകാശ് MP ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുക്കുവാൻ ഇവിടെ ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകും. അദ്ദേഹം നാളെ തന്നെ മലയാലപ്പുഴ കൺവെൻഷനും അതിനുശേഷം ചിറ്റാറ് സീതത്തോട് കൺവെൻഷനിലും റോഡ് ഷോയിലും കുടുംബയോഗങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇപ്പോൾ സാറിപ്പോൾ എന്തായാലും മണ്ഡലത്തിൽ ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരെ കാണുന്നുണ്ട്. നമ്മളുടെ വികസന പ്രവർത്തനങ്ങളെ എണ്ണി പറയുന്നുണ്ട്. അപൂർണമാണോ പൂർണ്ണമാണോ എന്ന് സാറിൻ്റെ അഭിപ്രായത്തിലൊന്ന് പറയാം, യാത്ര ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ? എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് ശ്രീ അടൂർ പ്രകാശ് MP നേതൃത്വത്തിൽ 16 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിയത്. പക്ഷേ ഇന്ന് പ്രഖ്യാപനങ്ങളല്ലാതെ യാതൊന്നും തന്നെ നടക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നടത്തുന്നത്. എങ്ങനെ നടപ്പാക്കും? സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് പൂച്ച വെറ്റ് കിടക്കുകയാണ്. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുള്ളൊരു ഗവൺമെൻറ് അടുത്തതായി വരാൻ പോകുന്ന UDF ഗവൺമെൻറ്റിൻ്റെ തലയിൽ വെച്ച് കെട്ടുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സാർ എന്തായാലും 100% ശുഭപ്രതീക്ഷയോടാണ് സാറിൻ്റെ മണ്ഡലത്തിലെ യാത്രകളെല്ലാം. തീർച്ചയായിട്ടും അതിന് ഒരുപാട് പേരുടെ സപ്പോർട്ടുമുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോന്നി മണ്ഡലത്തിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ അടൂർ പ്രകാശ് സാറാണ്. അപ്പോൾ സാറിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ എല്ലാം പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും സാന്നിധ്യം. ഇന്നലെ ഉണ്ടായിരുന്നില്ല, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അടൂർ പ്രകാശ് ആയിരുന്നല്ലോ. അദ്ദേഹം UDFന്റെ സംസ്ഥാന കൺവീനറാണ്. ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെയും ഈ ജില്ലയിലെ സ്ഥാനാർത്ഥിയെയും തന്നെ എല്ലാം വിജയിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു കടമയാണ്. അദ്ദേഹം 100% ആത്മാർത്ഥതയോടുകൂടി. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാറിന് തിരക്കാണെന്ന് അറിയാം. പരക്കെ ഇവിടെ ഇപ്പോൾ ഒരു വ്യാപകമായൊരു പ്രചരണമുണ്ട്. LDFും NDAയും കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ UDF ഒരു ശക്തമായൊരു പ്രതിഷേധം തന്നെ വേണ്ടി വരുമല്ലോ. അപ്പോൾ സാറിൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു വാർത്ത ശ്രദ്ധിക്കപ്പെട്ടു? എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. എനിക്കൊരു ഭയവും ഇല്ല. ധൈര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ തീർച്ചയായിട്ടും സാറേ താങ്ക് യു വെരി മച്ച്.